കേരളത്തിൽ ക്ഷാമം ഉണ്ടാകുവാനുള്ള ചില വിഷയങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. അതിലൊരു കാര്യം മുല്ലപ്പെരിയാർ വിഷയമാണ്. മുല്ലപ്പെരിയാർ വിഷയം അത് കൂടുതൽ പീക്ക് ലെവലിലേക്ക് എത്തുകയും തമിഴ്നാടും കേരളം തമ്മിൽ കഠിനമായിരിക്കുന്ന സ്പർദ്ധ ജനിക്കുകയും ചെയ്താൽ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് യാതൊരു ഭക്ഷ്യവസ്തുക്കളും കേരളത്തിലേക്ക് വരികയില്ല, കർണാടകയും തമിഴ്നാട് വഴി വരത്തില്ല, ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട് വഴി വരികയില്ല. അപ്പോഴങ്ങോട്ട് അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകും. രണ്ട്, ഇന്ത്യ മുഴുവനും കാലാവസ്ഥ വ്യതിയാനങ്ങളുണ്ടായിട്ട് അവിടെ ചില അതായത് ഭക്ഷ്യവിളകൾക്ക് ക്ഷാമം വന്നു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഭക്ഷണ വസ്തുക്കളും വരാതിരിക്കും. ഇത് രണ്ടും വലിയൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന വണ്ണം ആഗോളപരമായിരിക്കുന്ന ഇറാൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ, അത് ഇപ്പോൾ താൽക്കാലികമായിട്ട് വിരാമം വന്നുവെങ്കിലും അത് കഠിനമായിരിക്കുന്ന അനുഭവത്തിലേക്ക് വീണ്ടും ആളിപ്പെട്ടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് സ്വന്തമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയാത്തതുകൊണ്ടും കേരളത്തിൽ അതിനേതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴില്ലാത്തതുകൊണ്ടും കേരളം ഒരു പക്ഷേ കഠിനമായിരിക്കുന്ന ക്ഷാമത്തിലേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്.